ആരോഗ്യവകുപ്പിന്റെ പേരിൽ നിയമന തട്ടിപ്പെന്ന റിപ്പോർട്ടർ വാർത്ത ശരിവെച്ച് കുറ്റപത്രം. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മന്ത്രിയുടെ വാദം തള്ളിക്കൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ AISF മുൻ നേതാവ് KP ബാസിത്ത് ഉൾപ്പെടെ 4 പേരെ പ്രതികളാക്കിയാണ് കന്റോൺമെന്റ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പരാതി നൽകിയ ഹരിദാസൻ സാക്ഷി പട്ടികയിലാണുള്ളത്. വിവരങ്ങളുമായി TV പ്രസാദും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. TV പ്രസാദ്, ഇപ്പോൾ ഈ കുറ്റപത്രം കൃത്യമായി രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, സാമ്പത്തിക തട്ടിപ്പിനായി ബന്ധങ്ങൾ ആയുധമാക്കി എന്നതാണോ ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്? ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയൊന്നുമില്ല എന്നാണ് സുജയ കുറ്റപത്രം വ്യക്തമാക്കുന്നത്. സുജയ സൂചിപ്പിച്ചതുപോലെ കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. വഞ്ചിയൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ആരോഗ്യ വകുപ്പിനെ മുൻനിർത്തി ആരോഗ്യ വകുപ്പിന്റെ മറവിൽ നിയമന തട്ടിപ്പിനുള്ള നീക്കമായിരുന്നു നടന്നത് എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അതിനർത്ഥം റിപ്പോർട്ടർ വാർത്ത ശരിവെച്ചുള്ള ഒരു കുറ്റപത്രമായിരുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ടർ വാർത്ത തെറ്റായിരുന്നു, കളവായിരുന്നു എന്ന് സ്ഥാപിക്കാനായിരുന്നു നീക്കം. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഈ സംഘം നടത്തിയ ഓരോ തട്ടിപ്പായിട്ട് പുറത്തു വരികയായിരുന്നു. അഖിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് നടത്തി എന്നാണ് പരാതിക്കാരൻ ആദ്യം പറഞ്ഞതെങ്കിൽ, പക്ഷെ പിന്നീട് അഖിൽ മാത്യുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അഖിൽ സജീവും ബാസിത്തും തുടങ്ങിയ ഒരു സംഘം നടത്തിയ വലിയ തട്ടിപ്പാണ് പിന്നീട് വാർത്തയോടുകൂടി പുറത്തു വന്നത് എന്നതാണ്. പിന്നീട് അഖിൽ സജീവ് ഓരോ കേസിലായി പിടിയിലാവുന്ന ചിത്രം നമ്മൾ കണ്ടു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് പരാതി വരുന്നത് നമ്മൾ കണ്ടു. ഇതിൽ AISF മുൻ നേതാവ് ബാസിത്ത് വരുന്നു. അങ്ങനെ ഒരു വലിയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് പുറത്തേക്ക് വരുന്നത് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ്. തുടക്കം മുതൽ തന്നെ ഇത് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനും അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടും ആരോഗ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ പോലീസിനെ അറിയിച്ചിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു വിവരം മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടും ഞങ്ങൾ ചോദിച്ച സമയത്ത് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിച്ചത്. ഒരുപക്ഷെ അന്ന് മാധ്യമങ്ങൾ പറയുന്ന സമയത്ത് മന്ത്രിയുടെ ഓഫീസ് ഒരു വിശദീകരണം തന്നിരുന്നുവെങ്കിൽ അതുൾപ്പെടെ കൊടുക്കാമായിരുന്നു എങ്കിൽ തുടക്കം മുതൽ തന്നെ ആ ആരോപണം തന്നെ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. ഹരിദാസൻ ഉന്നയിച്ച ആരോപണം യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പണം വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ ഹരിദാസൻ പറഞ്ഞതുപോലെ അത് കൊടുത്തിരുന്നത് മന്ത്രിയുടെ PAക്കല്ല, മറിച്ച് പത്തനംതിട്ടയിലെ CITയുടെ ജില്ലാ ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവിനാണ്. അഖിൽ സജീവ് പലരിൽ നിന്നായി ഇങ്ങനെ വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പണം വാങ്ങിയിട്ട് എന്ന വിവരം പുറത്തു വരുന്നത് അതിനുശേഷമാണ്. ഇത് വലിയൊരു സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പാണെന്ന് പുറത്തു വരുന്നതും നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ്. പക്ഷെ സുജയ, തുടക്കം മുതൽ ആരോഗ്യമന്ത്രി ഇതിൽ പറഞ്ഞത് ഇതിൽ എന്തോ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി, റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാരും ഗൂഢാലോചന നടത്തി, ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ കൃത്യമായി തെളിവുകളോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പിനെ മറയാക്കി ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ സംഘം ശ്രമിച്ചു എന്ന നിലയിലേക്ക് പോലീസ് അന്വേഷണവും എത്തുമ്പോൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ടറിന്റെ വാർത്ത ശരിവെക്കുകയാണ് പോലീസിന്റെ കുറ്റപത്രം. സുജയ, ഓക്കെ, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അഷ്കർ അലി കരിമ്പയിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. അഷ്കർ, പനിയാണെന്നറിയാം. ആ പനിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും അഷ്കർ കൊണ്ടുവന്ന വാർത്തയുടെ പേരിൽ ഒരുപാട് വേട്ടയാടലിനും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് അഷ്കറിന്, നമ്മളത് ഓർക്കുന്നു. ഇപ്പോൾ പരാതി നൽകിയ ഹരിദാസൻ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ നിയമന തട്ടിപ്പ്, ആ തട്ടിപ്പിനുള്ള ശ്രമം, അതിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തന്നെയല്ലേ 4 പേരെ പ്രതികളാക്കിക്കൊണ്ടുള്ള ഈ കുറ്റപത്രത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? അഷ്കറിന്റെ വാർത്തയും അത് തന്നെയായിരുന്നില്ലേ അഷ്കർ? സുജയ, ആരോഗ്യ വകുപ്പിന് ഒരു പരാതിക്കാരൻ നൽകിയ പരാതിയുടെയും അയാൾ ഹാജരാക്കിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു ആരോഗ്യ വകുപ്പിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിരുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. 2023 സെപ്റ്റംബർ 27-നാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്. അതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓഗസ്റ്റിൽ തന്നെ ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. സെപ്റ്റംബർ 4-ന് മെയിൽ മുഖേനയും സെപ്റ്റംബർ 14-ന് പോസ്റ്റർ മുഖേനയും ആരോഗ്യ വകുപ്പിന് പരാതി ലഭിച്ചിട്ട് പോലും ആ പരാതി ആരോഗ്യ
വകുപ്പിൽ ചലനം മറ്റ് കിടക്കുകയല്ലാതെ അതിൽ ഒന്ന് തൊടാൻ പോലും ഇല്ലെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കാൻ പോലും ആരോഗ്യ വകുപ്പ് തയ്യാറായിരുന്നില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് നേരെ കൈക്കൂലി വാങ്ങിയെന്നുള്ള ആരോപണം ആ പരാതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയ ഒരു പോലീസ് നടപടി സ്വീകരിക്കാൻ പോലും ആരോഗ്യ വകുപ്പ് മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സെപ്റ്റംബർ 27 നമ്മൾ ഈ വാർത്ത ആ പരാതി അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെ പരാതിയിൽ അനങ്ങാൻ നിലപാട് സ്വീകരിച്ചിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കം പിന്നീട് തനിക്ക് ലഭിച്ച പരാതി അത് പ്രൈവറ്റ് സെക്രട്ടറി ഒരു പരാതിയായി തയ്യാറാക്കി പോലീസിന് കൈമാറി എന്നായിരുന്നു ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു പരാതി തന്നെ പോലീസിന് കൈമാറിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹരിദാസന്റെ പരാതി പോലും പോലീസിന് കൈമാറാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാവുകയും ചെയ്തില്ല. പിന്നീട് ആരോപണ വിധേയനായ അഖിൽ മാത്യുവിനെ കൊണ്ട് പുതിയൊരു പരാതി കൊടുക്കുകയാണ് ആരോഗ്യ വകുപ്പ് ചെയ്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അടിസ്ഥാനമാക്കിയുള്ള കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു തട്ടിപ്പുമില്ല, അങ്ങനെ ഒരു പരാതിയുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഈ വാർത്ത തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തുടരെ ആരോപണം ഉന്നയിച്ചിരുന്ന മന്ത്രിയെ തന്നെ ഇപ്പോൾ പോലീസ് തന്നെ തള്ളിയിരിക്കുന്നു. കൃത്യമായി കേസിൽ 4 പ്രതികളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ളത് അഖിൽ സജീവാണ്. CITയുടെ മുൻ പത്തനം ജില്ലാ ഓഫീസ് സെക്രട്ടറിയാണ്. അഖിൽ സജീവ് 10ഓളം കേസിൽ പ്രതിയായിട്ട് പോലും ഒരു കേസിലും അറസ്റ്റ് ചെയ്യപ്പെടാതെ സംസ്ഥാനത്തുടനീളം നടന്ന വ്യാപകമായ തട്ടിപ്പുകൾ നടത്തിയിട്ട് പോലും പോലീസ് പോലും പിടികൂടാത്ത സാഹചര്യത്തിലാണ് പിന്നീട് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിലെ തേനിയിൽ വെച്ച് പോലീസിന്റെ അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ തേനിയിലെത്തി അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 2ാം പ്രതി ലെനിൻ രാജിനെയും തുടർച്ചയായി ഹൈക്കോടതി അടക്കം ജാമ്യം നിഷേധിച്ചിട്ട് പോലും ആ ലെനിൻ രാജിനെ പിടികൂടാനും പോലീസ് തയ്യാറാവാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ നിരന്തരമായ വാർത്ത തുടങ്ങിയതിനു ശേഷമാണ് 125 ദിവസങ്ങൾക്ക് ശേഷം ലെനിൻ രാജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കേസിൽ മറ്റ് 2 പ്രതികളായി അഡ്വക്കേറ്റ് റയീസിനെയും അഡ്വക്കേറ്റ് ബാസിദിനെയും AISFന്റെ മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള KP ബാസിദിനടക്കം 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.